ശർമ്മയും ഇത്തവണ ഓപ്പണിംഗ് റോളിലേക്ക് ഉണ്ടാകില്ല. സഞ്ജുവിനും അഭിഷേകിനും പകരം യുവതാരം വൈഭവ് സൂര്യവംശിയും പ്രഭ്സിമ്രാൻ സിംഗും ഇന്ത്യയുടെ ഓപ്പണർമാരായി എത്തിയേക്കും. വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അവസരമാണിത്. ഏഷ്യൻ ഗെയിംസിൽ തിളങ്ങാൻ കഴിഞ്ഞാൽ T20 ടീമിൻ്റെ ഓപ്പണർ റോളിൽ സ്ഥിരസാന്നിധ്യമാകാൻ വൈഭവിന് കഴിയും. വിക്കറ്റ് കീപ്പിംഗ് റോളിലും വലിയ മാറ്റങ്ങളുണ്ട്. ഇഷാൻ കിഷന് ടീമിൽ ഇടം ലഭിച്ചേക്കില്ലെന്നാണ് സൂചന. പകരം ധ്രുവ് ജുറയിലും പ്രഭ്സിമ്രാൻ സിംഗുമാകും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പരിഗണിക്കപ്പെടുക. ഓൾറൗണ്ടർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ തൻ്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ സീനിയർ സ്പിൻ ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലിന് വിശ്രമം അനുവദിച്ചേക്കും. ശിവം ദുബെ ടീമിൽ തുടർന്നേക്കാനാണ് സാധ്യത. ഇനി പേസ് ബൗളിംഗ് നിര പരിശോധിച്ചാൽ ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് തുടങ്ങിയ പ്രധാന പേസർമാർക്ക് വിശ്രമം നൽകാനാണ് തീരുമാനം. ഇവർക്ക് പകരം മായങ്ക് യാദവ്, പ്രിൻസ് യാദവ്, ഹർഷിത് റാണ എന്നിവരായിരിക്കും ഇന്ത്യൻ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക. സ്പിൻ നിരയിൽ രവി ബിഷ്ണോയ്ക്കൊപ്പം വരുൺ ചക്രവർത്തിക്ക് പകരം ഹർഷ് ദുബെ ടീമിൽ ഇടം നേടിയേക്കാം. എന്തായാലും സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി തികച്ചും യുവത്വമുള്ളൊരു ടീമുമായാണ് ഇന്ത്യ ഇത്തവണ ഏഷ്യൻ ഗെയിംസിന് ഇറങ്ങുന്നത്. ഈ യുവനിരയ്ക്ക് ഏഷ്യൻ ഗെയിംസിലെ സുവർണ്ണ നേട്ടം ആവർത്തിക്കാൻ കഴിയുമോ എന്നത് കണ്ടിരുന്നറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്.